ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കൊക്കെ സുഖമാണ്, അൽഹംദുലില്ലാഹ്. എന്നും ഞാനൊരു എപ്പോഴും ട്രാവൽ ബ്ലോഗായി നടന്നാൽ മതിയാ? നമ്മളെ വയറ്റത്തേക്ക് എന്തെങ്കിലും പോണ്ടേ? എന്നാൽ പിന്നെ ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഇന്നത്തെ വ്ളോഗ് നമുക്ക് കുക്കിംഗ് വ്ളോഗാക്കിയാലോ? നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? ഇന്ന് ഞാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റായ താറാവ് കറി, ഡക്ക് കറി ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് മിന്നിച്ചേക്കണേ. താറാവ് തേങ്ങാപ്പാലിൽ വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1.25 കിലോ താറാവാണ്. താറാവ് തൊലി കളയാതെയാണ് സാധാരണയായിട്ട് വെക്കുന്നത്. അപ്പം നല്ലോണം കഴുകി കുക്കറിലിട്ട്, നല്ല മൂത്ത താറാവാണ്, അതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കണം. ഒരു 5-6 വിസിൽ വേണം. പിന്നെ ഏകദേശം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ എല്ലാം ഇട്ട് കുക്കറിൽ വേവിക്കുക. പിന്നെ മുഴുവനായ ഒരു തേങ്ങ പൊട്ടിച്ച് ചിരവി എടുത്ത് അതിൽ ഒന്നാം പാലും 2ാം പാലും ഉണ്ടാക്കി വെക്കണം. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കൂടുതലെടുത്താൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇത്ര ആയതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തത്. പിന്നെ ഈ കാണുന്ന ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ 2 സവാള, പിന്നെ പച്ചമുളക്, ഇതൊക്കെ അരിഞ്ഞ്, പിന്നെ ഇഞ്ചി ചതച്ച്, വെളുത്തുള്ളി ചതച്ച് വെക്കുക. പച്ചമുളക് നമുക്ക് അല്പം എരിവ് കുറവ് വേണ്ടെന്നുള്ളതുകൊണ്ട് 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. നമ്മൾ റെഡ് ചില്ലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പച്ചമുളകും കുരുമുളകാണ് എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഉരുളി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഓയിൽ വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് പെരുംജീരകം ഇടുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനെ ഇട്ട് വഴറ്റുക. കുറച്ച് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഉള്ളി പകുതിയായിട്ട് അരിഞ്ഞത്, പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞത്, അങ്ങനെ ഇട്ട് നല്ലോണം വഴറ്റുക. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 6 സ്പൂണ് മല്ലിപ്പൊടി, എന്നിട്ട് വഴറ്റിയ ഉള്ളിയൊക്കെ ഒരു സൈഡിലാക്കിയിട്ട് നടുവിലായിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ചൂടാക്കാം. നല്ല ചൂടായി വന്നാൽ പിന്നെ മസാലയോടൊന്നിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റാം. ആ സമയത്ത് കുക്കറിൽ 5-6 വിസിലടുപ്പിച്ച ശേഷം, ആ സമയം കൊണ്ട് അത് വെന്ത് കാണും. എന്നിട്ട് കുക്കർ തുറന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇറച്ചി നമ്മുടെ ഉരുളിയിലേക്ക് ആക്കാം. ഈ താറാവ് അല്പം മൂത്തത് കൊണ്ടാണ് കുക്കറിൽ സെപ്പറേറ്റ് വേവിച്ചത്. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ സമയത്ത് ആ താറാവ് ഇറച്ചി ഇതിലേക്കിട്ട് വേവിച്ചാലും മതി. അങ്ങനെ നല്ല വെള്ളം വറ്റുന്നത് വരെ ഇതിൽ വേവിക്കാം. ചിരവിയ തേങ്ങ മിക്സിയിലിട്ട്, പിന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച്
പിന്നെ തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് പിന്നെ നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. അപ്പം കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് വെള്ളം വറ്റുന്നവരെ വേവിക്കാം. ഞാൻ അല്പം വെള്ളമില്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആക്കുകയാണ്. ആ സമയത്ത് അതിലേക്ക് അല്പം കുരുമുളക്, 1 സ്പൂൺ 1-1.5 സ്പൂണ് കുരുമുളകും പിന്നെ 1 സ്പൂണ് ഏലക്കും കൂടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് 2-ാം പാലൊഴിച്ച് നന്നായിട്ട് വറ്റുന്നത് വരെ തിളപ്പിക്കാം. നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. പക്ഷെ ഞാൻ അത്രത്തോളം നന്നായിട്ട് വറ്റുന്നവരെ ഞാൻ കാത്തു വെക്കുന്നില്ല. എനിക്ക് ഇത്തിരി വെള്ളമായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ സമയത്ത് ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാം. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ടൊന്നല്ല, എൻ്റെ ആവശ്യത്തിന് ഇത് പറ്റിയിട്ടുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരുന്നു. നിങ്ങളും കൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.